നിങ്ങൾക്ക് ജൂലൈ ഫസ്റ്റിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഇറ്റ്സ് എ ട്രിബ്യൂട്ട് ടു 3 pillars ഹൂ കീപ്പ് എ കൺട്രി ഹെൽത്തി, വെൽത്തി ആൻഡ് അക്കൗണ്ടബിൾ. അതായത് ജൂലൈ ഫസ്റ്റ് ഡോക്ടേഴ്സ് ഡേ, ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഡേ ആൻഡ് GST ഡേ ആയിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. 1991 ഇന്ത്യൻ ഗവൺമെൻറ് ജൂലൈ ഫസ്റ്റ് ഡോക്ടേഴ്സ് ഡേ ആയിട്ട് അനൗൺസ് ചെയ്യുന്നത്. ഡോക്ടർ ബിധാൻ ചന്ദ്ര റോയ് എന്ന ഇന്ത്യൻ ഫിസിഷ്യൻ ആൻഡ് പൊളിറ്റീഷ്യൻ്റെ ഓർമ്മയിലാണ് ഈ ദിവസം ഡോക്ടേഴ്സ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അദ്ദേഹം ജനിച്ചതും മരണപ്പെട്ടതും ജൂലൈ ഫസ്റ്റിനാണ്. ആൻഡ് ഡു യു നോ വൺ തിങ്? വെസ്റ്റ് ബംഗാളിൻ്റെ ഫസ്റ്റ് ചീഫ് മിനിസ്റ്റർ കൂടിയായിരുന്നു അദ്ദേഹം. ഡോക്ടേഴ്സ് ജസ്റ്റ് പ്രൊഫഷണൽസ് മാത്രമല്ല, ദേ ആർ അവർ ലൈഫ് സേവേഴ്സ്, കെയർ ടേക്കേഴ്സ്, കൗൺസിലേഴ്സ് അല്ലേ? COVID-19 പാൻഡമിക്കിൻ്റെ സമയത്ത് നമ്മൾ കണ്ടതാണ് ഡോക്ടേഴ്സും നഴ്സുമാരും ഒക്കെ അവരുടെ ലൈഫ് റിസ്ക് ചെയ്ത് നമുക്ക് വേണ്ടി വർക്ക് ചെയ്തത്. നിങ്ങളിൽ എത്ര പേര് കൺസൾട്ടേഷന് ശേഷം നിങ്ങളുടെ ഡോക്ടേഴ്സിനോട് താങ്ക് യു പറഞ്ഞിട്ടുണ്ട്? നമ്മുടെ വേഴ്സ്റ്റ് സമയത്ത് നമ്മളെ കണ്ട് അവരുടെ ബെസ്റ്റ് തരുന്നതാണ് ഡോക്ടേഴ്സ്. സോ നെക്സ്റ്റ് ടൈം നിങ്ങളുടെ ഡോക്ടേഴ്സിനോട് താങ്ക് യു പറയണം കേട്ടോ. വൈൽ ഡോക്ടേഴ്സ് ട്രീറ്റ് ബോഡീസ്, CS ഹീൽ ഇക്കോണമീസ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ ICI എന്ന ഇന്ത്യയുടെ നാഷണൽ പ്രൊഫഷണൽ അക്കൗണ്ടിംഗ് ബോഡി ഫോം ചെയ്തത് ജൂലൈ 1, 1949 ICI is the second largest accounting body in the world. ഓഡിറ്റിംഗ് തൊട്ട് ടാക്സേഷൻ വരെ, ബിസിനസ് തൊട്ട് ബഡ്ജറ്റ് വരെ, അങ്ങനെ എല്ലായിടത്തും ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഉണ്ട്. ഡോക്ടേഴ്സ് നമ്മുടെ ഹെൽത്തിന് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണോ അതുപോലെ ഇന്ത്യയുടെ എക്കണോമിക് ഹെൽത്തിന് ക്രൂഷ്യലാണ് ചാർട്ടേഡ് അക്കൗണ്ടൻസ്. ഗോപാൽ ദാസ് P. കപാഡിയ, അദ്ദേഹമാണ് ഇന്ത്യയിലെ ഫസ്റ്റ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്. ICIയുടെ ഫസ്റ്റ് പ്രസിഡൻറ്റും അദ്ദേഹം തന്നെയായിരുന്നു. R. ശിവഭോഗമാണ് ഫസ്റ്റ് വുമൺ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്. ഇന്ത്യയിലെ ഓൾഡസ്റ്റ് ചാർട്ടേഡ് അക്കൗണ്ടൻസി ഫേമാണ് KS Iyer & Co. അതാദ്യം സ്ഥാപിച്ചത് നമ്മുടെ കേരളത്തിലെ കോഴിക്കോടാണ്. പിന്നീട് അവർ മുംബൈയിലേക്ക് റീലൊക്കേറ്റ് ചെയ്തു. ജൂലൈ ഫസ്റ്റ് GST ഡേ കൂടിയായിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. 2017 ജൂലൈ ഫസ്റ്റിനാണ് GST ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്ന സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും ലെവി ചെയ്തിരുന്ന ടാക്സസ് ആയിരുന്നു GST വരുന്നതിന് മുന്നേ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നത്. കാര്യം 2017 GST ഇന്ത്യയിൽ വന്നതെങ്കിലും, അതായത് ഇംപ്ലിമെൻ്റ് ആയതെങ്കിലും, ഇയർ 2000 അന്നത്തെ പ്രൈം മിനിസ്റ്റർ GST എന്ന കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും നമ്മുടെ കൺട്രിക്ക് വേണ്ട GST മോഡൽ ഡിസൈൻ ചെയ്യാനുള്ള കമ്മിറ്റി സെറ്റപ്പ് ചെയ്യുകയും കൂടെ ചെയ്തു. അപ്പോൾ ജൂലൈ ഫസ്റ്റിൻ്റെ 3 പ്രത്യേകതകൾ എല്ലാവർക്കും മനസ്സിലായില്ലേ? എന്നാൽ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ ഫോൺ എടുത്ത് നിങ്ങളുടെ ഫാമിലി ഡോക്ടറിനെ ഒന്ന് വിളിച്ച് ഒരു താങ്ക് യു പറഞ്ഞേക്ക്. ഇനി നിങ്ങളുടെ ചാർട്ടേഡ് അക്കൗണ്ടിന് ഒരു താങ്ക് യു ടെക്സ്റ്റ് ചെയ്തേക്ക്. ഇനി നിങ്ങൾക്ക് GST റിട്ടേൺ ഫയൽ ചെയ്യുന്ന നിങ്ങൾക്കൊരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ GST എക്സ്പേർട്ട്, അവർക്കും ഒരു താങ്ക് യു പറഞ്ഞേക്ക്. ഗ്രാറ്റിറ്റ്യൂഡ് ഈസ് എ ഫീലിംഗ്, അത് എക്സ്പ്രസ് ചെയ്യുക തന്നെ വേണം. നിങ്ങൾക്ക് ഈ ഇൻഫോർമേറ്റീവ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ please do like, share and subscribe and fill the comment box with gratitude, because gratitude shared becomes joy multiplied. Thank you.